പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന CPIM കേരള സംസ്ഥാന സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള രക്തപതാകയാണ് അനശ്വരരായ കയ്യൂർ രക്തസാക്ഷികളുടെ സ്മരണകളിരമ്പുന്ന തേജസ്വിനിയുടെ തീരത്തു നിന്നും ബഹുമാന്യനായ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ ഞങ്ങൾക്ക് കൈമാറി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. ഈ ജാഥ തുടർ ദിവസങ്ങളിൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ പര്യടനങ്ങൾ പൂർത്തിയാക്കി കൊല്ലത്ത് എത്തിച്ചേരും. 5-ാം തീയതി വൈകുന്നേരം കൊല്ലത്ത് ഈ ജാഥ എത്തിച്ചേരും. ഇവിടെ പതാക ജാഥയുടെ ഉദ്ഘാടന സദസ്സിൽ വളരെ സംക്ഷിപ്തമായാണെങ്കിലും കാര്യമാത്ര പ്രസക്തമായി വർത്തമാനകാല രാഷ്ട്രീയ ചർച്ചാ വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള പുരോഗമനോന്മുഖമായ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു വിസ്മയമാണ്. തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും ഉയർന്ന സംഘടനാപരമായ അടുക്കും ചിട്ടയോടും കെട്ടുറപ്പോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സോവിയറ്റാനന്തര ലോകത്തും ഇത്തരത്തിൽ വൻപിച്ച ജനകീയ പിന്തുണയോടെ തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ അധികാരത്തിലെത്തുന്ന ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി. തീർച്ചയായും അത് ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരെ ആവേശം കൊള്ളിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തെയും ഗൗരവത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. ഒരർത്ഥത്തിൽ അതിൻ്റെ ഒരു സൂചന കൂടിയാണ്. ഗോവിന്ദൻ മാഷ് ഇവിടെ സൂചിപ്പിച്ചു, CPIMന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിലെ ഒരു പരാമർശത്തെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ കാര്യത്തെക്കുറിച്ചുകൂടെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നതേയില്ല. അതിൽ അഭിപ്രായം പറയാൻ മറ്റു ചില പാർട്ടികളുടെ നേതാക്കന്മാർ പോലും ഉത്സാഹത്തോടെ രംഗത്ത് വരികയുണ്ടായി. ഞങ്ങൾ അതിനെയും സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ ഒരർത്ഥം അവരും പ്രതീക്ഷയോടെ കാണുന്നത് CPIMനെയാണ് എന്നതാണ്. CPIMന്റെ രാഷ്ട്രീയ പ്രമേയത്തെയും അതിലെ പ്രയോഗങ്ങളെയും നിരീക്ഷണങ്ങളെയും സ്വന്തം പാർട്ടിയേക്കാൾ കൂടുതൽ ഗൗരവത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ കാണുന്നു എന്നത് CPIMന്റെ പ്രസക്തിക്കാണ് അടിവരയിടുന്നത്. നാട്ടിലെമ്പാടുമുള്ള പാർട്ടി അംഗങ്ങൾ മാത്രമല്ല, അംഗങ്ങളല്ലാത്തവരും ഇതര പാർട്ടികളുടെ പ്രവർത്തകർക്കും കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേൽ ഭേദഗതികൾ നിർദ്ദേശിക്കാനുള്ള അവസരം CPIM കൊടുക്കുന്നുണ്ട്. അതിവിശാലമായ ജനാധിപത്യ അവസരം കൊടുക്കുന്ന മറ്റു പാർട്ടികൾ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് തന്നെ വേറെ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഏതൊരർത്ഥത്തിൽ നോക്കിയാലും ജനങ്ങളുടെ പ്രത്യാശയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ മനുഷ്യത്വമാണ്, മനുഷ്യ സ്നേഹമാണ്, മറ്റൊന്നുമല്ല. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ അടിത്തറ അതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് സമ്പൽ സമൃദ്ധമായ ജീവിതം നയിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ ഇവിടെ ഉണ്ട്, ലോകത്തുണ്ട്. എല്ലാ മനുഷ്യരും സമൃദ്ധിയോടെ ജീവിക്കാനാവും. പക്ഷേ നിർഭാഗ്യവശാൽ ആ സമ്പത്ത് ചെറിയൊരു ന്യൂനപക്ഷത്തിന്റെ കയ്യിൽ കുമിഞ്ഞുകൂടും. കോടാനുകോടി വരുന്ന മനുഷ്യർ പട്ടിണിയിൽ, ദാരിദ്ര്യത്തിൽ വലഞ്ഞുപോകും. ഇതെന്തുകൊണ്ട് എന്ന ചിന്തയാണ്. മുതലാളിത്തത്തിന്റെ ഹൃദയശൂന്യമായ ചൂഷണത്തെ തുറന്നു കാണിക്കാനും അതിനെ എതിർക്കാനും അതിനായി ലോകമെമ്പാടുമുള്ള തൊഴിലാളി വർഗത്തോട് സംഘടിക്കുവാനും മാർക്സും എംഗൽസും കമ്മ്യൂണിസ്റ്റ് ലീഗും ആഹ്വാനം ചെയ്തു. വളരെ ലളിതമായി പറഞ്ഞാൽ ഇതാണ് കമ്മ്യൂണിസത്തിന്റെ അടിത്തറ. ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് സമൃദ്ധമായി ജീവിക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടായിട്ടും ഒരു ചെറിയ ന്യൂനപക്ഷം അത് കൈവശം വെക്കുന്നു. കോടാനുകോടി വരുന്ന മനുഷ്യർ പട്ടിണിയിൽ പൊറുതിമുട്ടുന്നു, ദുരിതഭരിതമായ ജീവിതം നയിക്കേണ്ടി വരും. അതിനെതിരെ, ചൂഷണത്തിനെതിരായ പോരാട്ടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്തിൽ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. തൊഴിലാളി വർഗം അധികാരം പിടിക്കുന്നത് എല്ലാവർക്കും അഭിമാനത്തോടെ സമൃദ്ധമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ്. നാം സ്വപ്നം കാണുന്നത് ഒരു നാൾ അങ്ങനെ ഒരു കാലമുണ്ടാവും എന്നാണ്. നീതിപൂർണമായ, സമാധാനപരമായ, ചൂഷണരഹിതമായ ഒരു വ്യവസ്ഥ, മനുഷ്യൻ മനുഷ്യനെയും രാഷ്ട്രം രാഷ്ട്രത്തെയും ചൂഷണം ചെയ്യാത്ത ഒരു കാലം, ആ ചൂഷണരഹിതമായ ഒരു നാളേക്ക് വേണ്ടിയുള്ള സമരമാണ്
ലോകത്തെമ്പാടും കമ്മ്യൂണിസ്റ്റുകൾ ഏറ്റെടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു കാലത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് നാം നടത്തുന്നതും. ഇപ്പോ കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് അന്തരീക്ഷം, ഒരു സമൂഹം സൃഷ്ടിക്കാൻ സാധിക്കില്ലെങ്കിലും ഏറ്റവും ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് കഴിയാവുന്ന സഹായങ്ങൾ, ആശ്വാസങ്ങൾ പകർന്നു നൽകാനാണ് നമ്മുടെ ഗവൺമെന്റ് പരിശ്രമിക്കുന്നത്. അടുത്ത കേരളപ്പിറവി ദിനത്തിൽ അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ്. പട്ടിണിപ്പാവങ്ങളില്ലാത്ത നാടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയാധികാരം കൈയാളുന്നിടത്ത് പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യൻ പോലും ഉണ്ടാവരുത് എന്ന ചിന്തയാണ്, എന്ന കാഴ്ചപ്പാടാണ് നമ്മെ നയിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട, കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയാർജിച്ച് ഈ നയങ്ങൾ കൂടുതൽ കരുത്തോടെ മുൻപോട്ട് കൊണ്ടുപോകാൻ രണ്ടാം പിണറായി ഗവൺമെന്റിന് വീണ്ടും ഒരു തുടർച്ചയുണ്ടാവും എന്ന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളം ഇപ്പോ ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അത് പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്തും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ പോലും ചിലർ പരസ്യമായും മറ്റു ചിലർ അല്ലാതെയും സമ്മതിക്കുന്നു എന്നതാണ് വസ്തുത. ശശി തരൂരിൽ നിന്ന് അതിന്റെ ഒരു തുടക്കം നാം കണ്ടു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നു, തുടർഭരണത്തിന് അനുകൂലമായ സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്ന്. ഇത് മുൻപ് നമ്മൾ കേട്ടിട്ടുള്ളതല്ല ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ. ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഗണ്യമായ ഒരു വിഭാഗം ആളുകൾ, അത് രാഷ്ട്രീയമായി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമായി തന്നെ നിന്നുകൊള്ളണമെന്നുള്ളവരല്ല. അവർ ചിലപ്പോൾ നമ്മളെ വിമർശിക്കും, നമ്മളോട് പരിഭവം പറയും, നമ്മളെ ചില വേള എതിർത്തെന്നിരിക്കും. പാർലമെന്റ് ഇലക്ഷനിൽ ചിലപ്പോൾ വോട്ട് ചെയ്തിട്ടും ഉണ്ടാവില്ല. എങ്കിലും കേരളത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി ഗണ്യമായ ഒരു വിഭാഗം ആളുകൾ, കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവർ ഇപ്പോ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ ദൃഢമായ അഭിപ്രായം രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, എന്തൊക്കെ പറഞ്ഞാലും കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന അഭിപ്രായമാണ് കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്ന അഭിപ്രായം. ആ തുടർഭരണത്തിലേക്ക് കേരളം കാലെടുത്തു വെക്കുന്ന ഘട്ടത്തിലാണ് ഇത്തവണ പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്ന നവകേരളത്തിന്റെ രൂപരേഖയെ സംബന്ധിച്ച് പാർട്ടി സെക്രട്ടറി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട് CPIM സംസ്ഥാന സമ്മേളനത്തെ വർദ്ധിച്ച ഗൗരവത്തോടെ, അതിലേറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ്. ആ പ്രതീക്ഷകളോട് നീതി പുലർത്തുന്ന തീരുമാനങ്ങൾ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടാവും. നമുക്ക് നമ്മുടെ നാടിനെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിക്കുന്നതിന്, നമ്മുടെ നാടിനെ ഈ കാലത്തെ ഏതൊരു നാടും മോഹിപ്പിക്കുന്ന നാടാക്കി മാറ്റുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന് കൂടുതൽ കരുത്തു പകരുന്നതായി കൂടി ഈ സമ്മേളനം മാറ്റേണ്ടതുണ്ട്. വരും നാളുകളിൽ CPIM നേതൃത്വം കൊടുക്കുന്ന മതനിരപേക്ഷത സംരക്ഷിക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ, വർഗീയതയെ തുരത്താൻ എല്ലാമുള്ള സമരങ്ങളിൽ വർദ്ധിത വീര്യത്തോടെ ഈ നാട് അണിനിരക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അനശ്വരരായ മഠത്തിൽ അപ്പുവിന്റെയും ചിരുകണ്ഠന്റെയും കുഞ്ഞമ്പൂവിന്റെയും അബൂബക്കറിന്റെയും സ്മരണകൾ ഇരമ്പുന്ന രക്തസാക്ഷികളുടെ ഈ മണ്ണിൽ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ ഉയർത്താനുള്ള പതാകജാഥയുടെ ഉദ്ഘാടനം നടക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ നൽകിയ സ്നേഹനിർഭരമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. ജാഥയുടെ മാനേജർ സഖാവ് വത്സൻ പനോണിയുണ്ട്. സമയപരിമിതി മൂലം അദ്ദേഹം സംസാരിക്കുന്നില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ജാഥയിലെ സ്ഥിരാംഗവും CPIMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ സഖാവ് അനുശ്രീ സംസാരിക്കും. ഏറ്റവും പ്രിയപ്പെട്ട സഖാക്കളെ, സവിസ്തരമായിട്ട് സംസാരിക്കുന്നില്ല. ഈ ജാഥയുടെയും വരാനിരിക്കുന്ന പാർട്ടിയുടെ സമ്മേളനത്തെ പറ്റിയും ഏറെ ഗൗരവത്തോടുകൂടി സമ്മേളനം നടക്കുന്ന രാഷ്ട്രീയ ചുറ്റുപാടിനെ പറ്റിയും എനിക്ക് മുമ്പേ സംസാരിച്ചിട്ടുള്ള സഖാക്കൾ സൂചിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെമ്പാടും അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ അനുഭവിക്കുന്ന സകലമാന വിഷയങ്ങളെയും ഏറെ കൃത്യമായി അവലോകനം ചെയ്ത് നേരത്തെ സ്വരാജേട്ടനും ഗോവിന്ദമാഷും ആവർത്തിച്ചു പറഞ്ഞതുപോലെ ദിക്കുകൾക്കപ്പുറത്തുള്ള മനുഷ്യന്റെ വിമോചന സ്വപ്നങ്ങളെ, ലോകത്തെമ്പാടുമുള്ള മനുഷ്യന്റെ സ്വപ്നങ്ങളെ, പ്രതീക്ഷകളെ ഹൃദയവികാരം പോലെ ചേർത്ത് വെച്ചുകൊണ്ട് നാം ഇതുവരെ കാണാതെ മനുഷ്യന്റെ പ്രത്യാശ പുലരുന്നൊരു പുതിയ
ലോകത്തിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്താറുള്ളത് എന്ന് നാം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടേക്കുള്ള പതാക ജാഥ കയ്യൂരിൽ നിന്ന് ആരംഭിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കയ്യൂരിന്റെ സമരചരിത്രം എടുത്തു പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ സമരചരിത്ര ഭൂമികയിൽ മറക്കാൻ പറ്റാത്ത രക്തസാക്ഷികളുടെ ഗ്രാമമായ കയ്യൂര്, തൂക്കിലേറുമ്പോഴും നാം ഇപ്പോഴും ആവർത്തിച്ചു വിളിക്കുന്ന സോഷ്യലിസം പുലരട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ എന്ന് ആവർത്തിച്ച് വിളിച്ച വിപ്ലവ പോരാളികളുടെ മണ്ണാണ് കയ്യൂര് എന്ന് ഞങ്ങളൊക്കെയും നമ്മൾ ഓരോരുത്തരും കേട്ടതുപോലെ ആ വിപ്ലവ വീരത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലേക്ക് പതാകയുമായി കടന്നു പോകുന്നത്. പുന്നപ്ര വയലാറിനെ പറ്റി മാഷ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വാരിക്കുന്നത്തിന്റെ ആത്മധൈര്യത്തിൽ, ഒരൊറ്റ വാരിക്കുന്നത്തിന്റെ ആത്മധൈര്യത്തിൽ സർസിപിയുടെ പട്ടാളത്തിനെതിരെ, പോലീസിനെതിരെ, ദിവാൻ ഭരണത്തിനെതിരെ സമരം ചെയ്ത് രക്തസാക്ഷികളായ നിരവധിയായ സമരസഖാക്കളുടെ പുന്നപ്ര വയലാറിൽ നിന്ന് നമ്മുടെ മറ്റു ജാഥകൾ ആരംഭിക്കുന്നു. ഇത്തരത്തിൽ ഈ നാടിനെ ഇത്രമാത്രം ചൂടും ചോരയും കൊടുത്തു ചുവപ്പിച്ച മഹാന്മാരായ ധീരന്മാരായ കർഷകരുടെ, പോരാളികളുടെ, സമരസഖാക്കളുടെ ഏറ്റവും തീക്ഷ്ണമായ ചരിത്രത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ നാടിനകത്തുള്ള സാമ്രാജ്യത്വം തുലയാനും ഈ നാടിനകത്ത് സോഷ്യലിസം പുലരാനും നാം ഒരുമിച്ച് ഒറ്റ മനസ്സായി പൊരുതണം എന്നാവർത്തിച്ചു പറഞ്ഞുകൊണ്ട് നമ്മുടെ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ നാടിനകത്തുള്ള ജനകീയ സർക്കാരിനെ ഏറ്റവും നന്നായി നയിക്കാൻ, ജനകീയ സർക്കാരിന്റെ ഇടപെടലുകളെ കൂടുതൽ നന്നായി ദിശാബോധത്തോടുകൂടി വീണ്ടും വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നല്ല നിർദ്ദേശങ്ങളുടെ, നല്ല ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള കൂട്ടായ ചർച്ചകളുടെ വേദിയായിട്ട് നമ്മുടെ സമ്മേളനങ്ങൾ മാറും എന്നതിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ മനുഷ്യരെയും ചേർത്ത് വെക്കാനുള്ള മതത്തിന്റെ, വർഗീയതയുടെ മതിൽക്കെട്ടുകൾ ഇല്ലാതായിക്കൊണ്ട് നാടിനകത്തുള്ള മുഴുവൻ മനുഷ്യനും ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ കിനാവ് പൂക്കുന്ന ഇടങ്ങളായി നമ്മുടെ ഗ്രാമങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ പാർട്ടിയോട് ഐക്യപ്പെട്ടു പോകാൻ, പാർട്ടിയുടെ സമരങ്ങളുടെ, പാർട്ടിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ നമുക്ക് സാധിക്കണം. ഏറെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച ഈ വേദിയിലിരിക്കുന്ന ആൾക്കാരെ ഒന്ന് കാണുമ്പോൾ എല്ലാ തലമുറയിലെയും ആൾക്കാർ ഈ പരിപാടിയുടെ ഭാഗമായി വരുന്നുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം, പുതിയ കാല രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവേശം നൽകുന്ന ഒരു കാഴ്ചയാണ്. പഴയ സഖാക്കൾ കൈചേർത്ത് പിടിച്ച് അവരുടെ പേരക്കുട്ടികളെ ഈ വേദിയിലേക്ക് കൊണ്ടുവരുന്നു. രക്തസാക്ഷികളുടെ കുടുംബങ്ങളിലെ ഇപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ ഈ വേദിയുടെ ഭാഗമായി അനുമോദനം ഏറ്റുവാങ്ങാൻ കടന്നു വരുന്നു. ഈ നാട് അഭിമാനിക്കുന്നത് രക്തസാക്ഷികളെ ഓർത്താണെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും ഓരോ വേദിയിലും അടയാളപ്പെടുത്തുകയാണ്. ഇത്തരത്തിൽ ഈ നാടിന്റെ ചെറുപുഴകളും, ഈ നാടിന്റെ നെൽവയൽ പാടങ്ങളും, ഈ നാടിന്റെ നാനാദിക്കുകളും രക്തസാക്ഷികളിൽ ഏറ്റവും മനോഹരമായി അഭിമാനിക്കുന്നുവെന്ന് നാളുകൾ തോറും പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ആ പോരാട്ടത്തിൽ ഏറെ ആവേശത്തോടുകൂടി ഐക്യപ്പെടാൻ പുതിയ തലമുറയിലെ സഖാക്കൾക്കും സാധ്യമാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.